ഇത്തരത്തിൽ നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ വീടൊക്കെ ഭംഗിയാക്കാനുള്ള അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇന്ന് നമുക്ക് ചിരട്ട വെച്ചിട്ട് ഒരു പ്ലാന്റർ പരിചയപ്പെട്ടാലോ? നമ്മൾ ഇതുപോലെ ഒരു ചിരട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പുറകു വശമൊക്കെ നമ്മൾ ആദ്യം ഒരു മൂർച്ചയുള്ള ആയുധം വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ സാൻഡ് പേപ്പർ യൂസ് ചെയ്താൽ നല്ല വൃത്തിയിൽ ഇത് ക്ലീൻ ആയിട്ട് കിട്ടും. ആദ്യം തന്നെ നമ്മൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. ഇങ്ങനെ ചെയ്തതിന് ശേഷം സാൻഡ് പേപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. വേണ്ടത് ഇതുപോലെ കുറച്ച് ചെറിയ കമ്പിന്റെ കഷ്ണങ്ങളാണ് കേട്ടോ. പലക കഷ്ണമൊക്കെ കിട്ടുകയാണെങ്കിൽ വേറെ തന്നെ ഒരു ഭംഗിയായിരിക്കും, ഇതിന് വേറൊരു ഭംഗിയാണ്. അപ്പം നിങ്ങൾക്ക് ഏതും യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ അങ്ങനെ പലകേൻ്റെ കഷ്ണം അല്ലാത്തത് കൊണ്ട് ഇതുപോലെ ചെറിയ കമ്പുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കമ്പിന്റെ തൊലിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ വേറെ തന്നെ ഒരു ഭംഗിയായിരിക്കും കേട്ടോ. ചിരട്ടേന്റെ മുകളിൽ നമ്മൾ ഇതുപോലെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാർണിഷ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഷൈനിങ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളെടുത്ത് അതില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ കമ്പുകളില്ലേ, 3 എണ്ണവും കണ്ടില്ലേ, ഒരേ വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഫെവി ബോണ്ടൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് ഒട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് അത്രത്തോളം സക്സസ് ആയില്ല. അവസാനം നമ്മളിത് അതുപോലെ സൂപ്പർ ഗ്ലൂ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കുമ്പം പെട്ടെന്ന് തന്നെ സെറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഒട്ടിച്ചാൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അല്ലാത്ത പക്ഷം അത് ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം പിടിച്ചു വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒട്ടി കിട്ടുന്നുണ്ട് കേട്ടോ. കമ്പാണെങ്കിലാണ് നമുക്ക് ഇതിന്റെ സ്റ്റാൻഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പോട്ടി മിക്സ് ഒക്കെ നിറച്ചു കൊടുക്കാം. ഞാൻ സാധാരണയായിട്ട് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള പോട്ടി മിക്സ് ആണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഇനി ഇഷ്ടമുള്ള ഒരു ചെടി നമുക്ക് ഇതുപോലെ നട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ നട്ടോളൂ കേട്ടോ. ഇത് നമുക്ക് ഇൻഡോർ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും. ഔട്ട്ഡോർ ഗാർഡനിലും മോശമല്ല. നമ്മളിങ്ങനെ സ്റ്റാൻഡിന്റെ മുകളിലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു പ്ലാന്ററാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് പ്ലാന്റർ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോയ്ക്ക് ആയിട്ട് മറന്നുപോകാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.